वैदेही सहितं सुरद्रुमतले हैमे महामण्डपे मध्ये पुष्पक आसने मणिमये वीरासने संस्थितम् अग्रे वाजयति प्रभञ्जनसुते तत्त्वं मुनिभ्यः परम् व्याख्यान्तं भरतादिभिः परिवृतं रामं भजे श्यामलम् सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातम् मनुष्यरूपेषु रविस्वरूपम् प्रणौमि തുഞ്ചത്തെഴുമാര്യപാദം. രാമായണ കഥാമൃതത്തിൻ്റെ 18ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണ മാസാചരണത്തിൽ ഒരർത്ഥത്തിൽ ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം നീണ്ടു നിൽക്കുന്ന തപശ്ചര്യയാണ്. തപസ്സിൻ്റെ പ്രാധാന്യം എടുത്തു കാട്ടുന്നതാണല്ലോ രാമായണത്തിലെ ഇതിവൃത്തം. ത്യാഗത്തിലൂടെയും തപസ്സിലൂടെയും സ്വാർത്ഥ താൽപ്പര്യമുപേക്ഷിച്ച് സേവനമനുഷ്ഠിക്കുന്നതാണ് ഉത്തമ മനുഷ്യന്റെ ലക്ഷണമെന്ന് വിളിച്ചോതുന്നതാണ് രാമായണം. പരമമായ ജീവിത ലക്ഷ്യത്തിന് തപസ്സും വൈരാഗ്യവും അത്യന്താപേക്ഷിതമാകുന്നു. ഇത്തരത്തിലുള്ള അനേകം ചിന്തകൾ രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നു മുതൽ രാമായണത്തിലെ സ്ത്രീരത്നങ്ങളാകട്ടെ നമ്മുടെ ചിന്താവിഷയം. കൈകേയിയിൽ നിന്ന് തുടങ്ങാം. വാൽമീകി രാമായണത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒട്ടും അപ്രധാനമല്ല ഭരതന്റെ മാതാവും ദശരഥ ചക്രവർത്തിയുടെ ഏറ്റവും ചെറുപ്പക്കാരിയായ രാജ്ഞിയും കേകയ രാജപുത്രിയുമായിരുന്ന കൈകേയി. ഒരു സുപ്രഭാതത്തിൽ ശ്രീരാമ പട്ടാഭിഷേകത്തോടുകൂടി രാമായണ കഥ തന്നെ അങ്ങ് അവസാനിക്കുമായിരുന്നു. കൈകേയിയുടെ സൃഷ്ടിയിൽ വാൽമീകി വാരിവിതറിയിട്ടുള്ള പ്രവണതകൾ നിരുപമങ്ങളും നിരവധിയുമാകുന്നു. കൈകേയി എന്ന് കേൾക്കുമ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുന്ന വികാരം അവർക്കത്ര അഭിമാനകരമായിരിക്കുകയില്ല. എങ്കിലും സ്ത്രീ സഹജമായ അനേകം വിശിഷ്ട ഗുണങ്ങളുടെ ഒരു മൂർത്തി തന്നെയായിരുന്നു അവർ. അഭിമാനയുക്തയും ആഭിജാത്യ വിജൃംഭിതയുമായിരുന്നാലും പതി ശുശ്രൂഷയിലും പരമോത്കൃഷ്ടമായിരുന്നു അവർ. സ്വന്തം ജീവനെ തൃണവൽക്കരിച്ചും ഭർത്താവിനെ യുദ്ധത്തിൽ സഹായിച്ചും ആസന്നമായിരുന്ന അത്യാപത്തിൽ നിന്ന് സധൈര്യം രക്ഷിക്കുകയും ചെയ്ത ഒരു ക്ഷത്രിയ വനിതയായിരുന്നു കൈകേയി. രാമായണ കഥ നോക്കിയാൽ ശ്രീരാമന്റെ പട്ടാഭിഷേകം വിഘ്നപ്പെടുത്തിയതും രാമനെ കാട്ടിലേക്ക് അയച്ചതും മറ്റും കൈകേയി തനിച്ചു തന്നെയാണെന്ന് കാണാമെങ്കിലും അതിൽ നിയതിയുടെ ഒരു നിശ്ചയവും മനുഷ്യന്റെ വെറും നിമിത്ത മാതൃത്വവുമല്ലേ അടിയിൽ ഊറി നിൽക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ സ്ഥിതിക്ക് കൈകേയിയെ പ്രത്യേകം ആ ദുരന്ത നാടകത്തിൻ്റെ കാരണക്കാരിയായി കുറ്റപ്പെടുത്തുന്നത് ശരിയായിരിക്കുമോ എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അഭിഷേക വിഘ്നവും വനവാസവും ഉണ്ടായിരുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് രാമായണം? സ്വന്തം പുത്രനായ ഭരതനേക്കാൾ ശ്രീരാമനെ ഇഷ്ടപ്പെട്ടിരുന്നു ചിറ്റമ്മയായിരുന്ന കൈകേയി.
അഭിഷേക നിശ്ചയത്തിൻ്റെ തലേ ദിവസം വരെ അവരെ മാറ്റിമറിച്ച് രാമനെതിരെ ചിന്തിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കാൻ ആ മന്ധരയെടുത്ത പണി ചില്ലറയല്ല. രാജാഭിഷേകം തകർക്കണമെന്ന് മന്ധര പറഞ്ഞപ്പോൾ കൈകേയി പറഞ്ഞതെന്താണെന്ന് നോക്കൂ. സന്തോഷമാർന്നിരിക്കുന്ന കാലത്തിങ്കലെന്തൊരു താപമുപാഗതമെന്നു നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞീൽ അതിനില്ലൊരവകാശമേതും നിരൂപിച്ചാൽ എന്നുടെ രാമകുമാരനോളം പ്രിയമെന്നുള്ളിലാരെയുമില്ല മറ്റോർക്ക നീ അത്രയുമല്ല ഭരതനേക്കാളെന്നെ പ്രേമവുമേറും ന്യൂനമില്ലൊരു സംശയം. അപ്പോൾ കൈകേയിക്ക് ഭരതനേക്കാൾ ഇഷ്ടം രാമനോടായിരുന്നുവെന്നതിൽ യാതൊരു സംശയവും ഇല്ല. സ്ത്രീജിതനും വൃദ്ധനുമായ ചക്രവർത്തിയെ കൊണ്ട് ചക്രശ്വാസം വലിപ്പിച്ച കൈകേയിയെ എവിടെയും സ്വന്തം നിഴലെന്ന പോലെ ആ രംഗത്തിൻ്റെ കരാളത പിന്തുടരുന്നുണ്ടെങ്കിലും അവളും അതിന് എത്രമാത്രം അപരാധിയാണെന്ന് ആരായേണ്ടതാണ്. കുറ്റം സ്ഥാപിക്കപ്പെട്ടാലും ആ കുറ്റത്തിനുള്ള ശിക്ഷ വിധിക്കപ്പെടുമ്പോൾ പ്രത്യേകം ആലോചിക്കേണ്ട സംഗതികൾ വളരെ അധികമുണ്ടെന്ന് കാണാവുന്നതാണ്. നരഹത്യകളെല്ലാം കൊലപാതകങ്ങളാകാറില്ലല്ലോ. മോഹബോധത്തിൽ മുങ്ങി സ്വശക്തിയും വിവേകവും നശിച്ച് ചെയ്തുപോയ ഏതു ഭയങ്കര കുറ്റത്തിൻ്റെയും ശിക്ഷ വളരെയധികം ലഘൂകരിക്കപ്പെടാറുണ്ട്. പലപ്പോഴും ആ കാരണത്താൽ കുറ്റക്കാരനെ നിർദോഷിയാക്കി വിട്ടയക്കാറുമുണ്ട്. ആ ചുറ്റുപാടുകൾ കൈകേയിയുടെ കാര്യത്തിലും പരിഗണനീയങ്ങളാകുന്നു. സ്വായത്തങ്ങളായിരുന്ന ശൃംഗാരാദി സൗന്ദര്യാദികളെയും യുവസ്ത്രീയുടെ നേർക്കുണ്ടാകാവുന്ന വൃദ്ധപുരുഷന്റെ പക്ഷപാതത്തെയും കൈകേയി ദുരുപയോഗപ്പെടുത്തിയതിൽ അസാധാരണമായൊന്നുമില്ല. ഭർത്താവ് തൻ്റെ ചൊൽപ്പടിയിലും ചവിട്ടടിയിലും തന്നെ ആയിരുന്നുവെന്നുള്ള ഒരഹങ്കാരം കൈകേയിക്കുണ്ടായിരുന്നതായി മന്ധരയുടെയും ദശരഥന്റെയും വാക്കുകളിൽ നിന്ന് തെളിയുന്നുണ്ട്. ഏത് സ്ത്രീയാണ് ഈ അവസ്ഥയ്ക്ക് കൊതിക്കാത്തതും കൈവന്നാൽ അഭിമാനിക്കാത്തതും? ദശരഥൻ തന്നെ പറയുന്നു, സതതം പ്രിയകാമാമേ പ്രിയപുത്ര പ്രിയം വദ നമയാ സത്കൃതാ ദേവി സത്കാരാർഹ കൃതേ തവ. എന്നാൽ കൗസല്യയുടെ വിലാപത്തിനിടയിൽ മൂത്തവളായ ഞാൻ സഹപത്നിമാരുടെ നിഷ്ഠൂര ഭാഷണങ്ങൾ ഇപ്പോൾ മുതൽ കേൾക്കേണ്ടി വരും എന്ന് പറയുന്നതിൽ നിന്ന് അതുവരെ അപ്രകാരം ഒരനുഭവം ഉണ്ടായിട്ടില്ലെന്ന് അനുമാനിക്കണം. ചുരുക്കത്തിൽ വേണ്ടത് ചെയ്തിട്ടും വേണ്ടാതെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ഒരു സ്ത്രീ രത്നമാണ് കൈകേയി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. സ്ത്രീ സഹജമല്ലാതെ എന്താണ് കൈകേയി ചെയ്തത്? അതെന്തായാലും പശ്ചാത്താപം പ്രായശ്ചിത്തമാണെങ്കിൽ പൂർവാപരാധങ്ങളെ മുഴുവനും കൈകേയി കഴുകിക്കളഞ്ഞിട്ടുള്ളതാകുന്നു. ഭർത്താവിൻ്റെ മരണവും നാട്ടുകാരുടെ വിരോധവും ആർക്കു വേണ്ടി അതെല്ലാം ചെയ്തുവോ ആ സ്വന്തം പുത്രന്റെ തന്നെ അവിചാരിതമായ ശകാര വിദ്വേഷാദികളും കൈകേയിയെ വീണ്ടും വിവേകവും വീണ്ടും വിചാരമുള്ളവളുമാക്കി. അതിനുള്ള ഒന്നാം തരം തെളിവാണ് ഭരതന്റെയൊപ്പം മറ്റ് രാജ്ഞിമാരോട് ചേർന്ന് ശ്രീരാമനെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കൈകേയിയും സസന്തോഷം യാത്ര തിരിച്ചു എന്നുള്ള അത്ഭുതകരമായ പരിണാമം. ഈ ഘട്ടത്തിൽ വളരെ അർത്ഥവത്തായ ഒരു ശകാരരംഗം സംജാതമാകുന്നുണ്ട്. ദശരഥ ചക്രവർത്തി തന്നെ ചേരി തിരിഞ്ഞ്
കൈകേയിയെ ശാസിക്കാനും ശപിക്കാനും തുടങ്ങിയപ്പോൾ സകലരും ആ രാജ്ഞിക്ക് എതിരുകാരായി. അതുവരെ കൈകൂപ്പി നിന്നിരുന്നവർ കയ്യോങ്ങാൻ മടിച്ചില്ല. സ്തുതിഗീതങ്ങൾ തൂകി ഏറാൻ മൂളി നിന്നിരുന്നവർ പോലും കൈകേയിയെ പരസ്യമായി അധിക്ഷേപിക്കുവാനും പണ്ട് കേട്ടിട്ടില്ലാത്ത പല കുറ്റങ്ങളും വിളിച്ചോതുവാനും മടിച്ചില്ല. സാക്ഷാൽ സുമന്ത്രർ പോലും കൈകേയിയെ വളരെ ദുഷിച്ചു. കുലദോഷവും മാതൃദോഷവും മറ്റും ആരോപിച്ചു. എന്തായിട്ടും ഒരു സാമ്രാജ്യം അങ്ങനെ തന്നെ ക്രുദ്ധിച്ചിളകി നേരിട്ട് വന്നിട്ടും മുമ്പോട്ട് വെച്ച കാൽ പിൻവലിക്കാതെ ആക്ഷേപക്കാരോടൊന്നും എതിരു പറയാതെ ഉറച്ചുനിന്ന് കാര്യം നേടിയ കൈകേയി സാമാന്യക്കാരിയായിരുന്നില്ല. ദശരഥ ചക്രവർത്തിയുടെ വിവാഹ വാർത്തയൊന്നും രാമായണത്തിലില്ല. കൗസല്യക്ക് ശേഷം സുമിത്രയെയും സുമിത്രയ്ക്ക് ശേഷം കൈകേയിയെയും ചക്രവർത്തി വേളി കഴിച്ചിരുന്നതായും വാൽമീകി വഴിപോലെ ഒന്നും വർണ്ണിച്ചിട്ടുമില്ല. ചക്രവർത്തിക്കു ഭാര്യമാർ ഒന്നിലധികം ഉണ്ടായിരുന്നതിൻ്റെ ആദ്യത്തെ സൂചന വാൽമീകി രാമായണത്തിൽ കാണുന്നു. പുത്രകാമേഷ്ടി യാഗത്തിൽ അഗ്നികുണ്ഡത്തിൽ നിന്ന് പായസവും കൊണ്ട് പ്രത്യക്ഷപ്പെട്ട ദിവ്യപുരുഷൻ ഭാര്യാണാം അനുരൂപാണാം എന്നിങ്ങനെ തക്ക ഭാര്യമാർക്ക് ഭുജിപ്പാൻ എന്ന് പറഞ്ഞ് കൊടുക്കുക എന്ന് കൽപ്പിച്ച് പായസദാനം ചെയ്ത അവസരത്തിലാണ് ഇതറിയുന്നത്. കൈകേയിയെ വയസ്സുകാലത്ത് ദശരഥൻ വേൽക്കുവാനുണ്ടായ കാരണമോ ആ വേളി സമയത്ത് അത് സംബന്ധിച്ച് വല്ല പ്രത്യേക നിശ്ചയങ്ങളോ വാക്കുകളോ വധുവുമായോ ശുശ്രുതനുമായോ ഉണ്ടായിരുന്നോ എന്ന കാര്യമൊന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അപ്രകാരമുള്ള അരമന രഹസ്യങ്ങളൊന്നും വാൽമീകി പുറത്തുവിട്ടിട്ടുമില്ല. പായസവും കൊണ്ട് ചക്രവർത്തി ആദ്യം കണ്ട് സംസാരിച്ചതും പായസത്തിൻ്റെ യോഗ്യതയെക്കുറിച്ച് അത് ഭുജിച്ചാൽ ഭാര്യമാർ ഗർഭവതികളായി പ്രസവിക്കുമെന്ന് പറയുന്നതും കൗസല്യയോടാണ്. എങ്കിലും പായസം പങ്കുവെക്കുന്നതും 3 പേർക്കുമായി വീതിച്ചു കൊടുക്കുന്നതും ചക്രവർത്തി തന്നെയാണ്. ആ സന്ദർഭത്തിലാണ് ആദ്യമായി 3 മഹാരാജ്ഞിമാരുടെയും തിരുനാമങ്ങൾ ഉച്ചരിക്കപ്പെടുന്നത്. രാമായണത്തിലെ സ്ത്രീരത്നമായ കൈകേയിയെക്കുറിച്ച് കൂടുതൽ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.